ഞാനൊന്ന് കട്ട് വിളിക്കാൻ പറഞ്ഞ് മൈക്ക് ഇങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ പ്രകാശ് വർമ്മ എൻ്റെ തുടയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അമക്കി, നോ മാൻ, ദിസ് ഈസ് ദ മാജിക് ഹീസ് ഗിവിംഗ് ഫോർ യു. കട്ട് വിളിച്ച് ഉടൻ തന്നെ ഞാൻ ഓടിച്ചെന്നിട്ട് കണ്ടു വെച്ചു, സാർ ഓക്കെ അല്ലേ, മോൻ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്, സാർ ഓക്കെ അല്ലേ? എനിക്കെന്താ കുഴപ്പം? പലവട്ടം ഞാനൊക്കെ ആലോചിച്ചതിനേക്കാൾ മേലേക്ക് തരുണ അതിന്റെ പല ലെയറുകൾ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു നല്ല ഡയറക്ടർ എന്നുള്ള രീതിയിൽ എന്നെയൊക്കെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ഈ സിനിമയിൽ എവിടെയോ മോഹൻലാൽ ഒരു ആനയാണ് എന്നാണ് എനിക്ക് തോന്നിയത്, ഒരു ഒറ്റക്കൊമ്പനാണെന്നുള്ളതാണ് എനിക്ക് കിട്ടിയൊരു റെഫറൻസ്. നിങ്ങളാണ് ഈ സിനിമ ചെയ്യേണ്ടത്, അത് നിങ്ങൾ ഈ ഭാഷയിൽ ഈ സിനിമ നറേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ എനിക്ക് ഭയങ്കര ക്ലോസ് ടു ദ ഹെഡ് മൊമെന്റ് ആണ്. ഷഫീഖ് എന്ന് പറഞ്ഞ എഡിറ്റർ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഷഫീഖ് കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പല ആളുകൾക്ക് നോക്കുമ്പോൾ ഇത് പുച്ചിരി തള്ളല്ലേ എന്ന് തോന്നും, പക്ഷെ അത് അവൻ ഇമോഷൻ ഫീൽ ചെയ്ത് എഡിറ്റ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അപ്പോഴാണ് നമുക്ക് വർക്കൗട്ട് ആകുന്നത്. ഓക്കെ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ സീൻ വർക്കൗട്ടായെന്ന് കിട്ടുന്നത്. ലാലേട്ടൻ എപ്പോഴാണ് കൊച്ചിക്ക് എത്തുന്നത്, ഇനി നിങ്ങൾക്ക് ബ്രേക്ക് ഉണ്ടോ? അപ്പൊ അങ്ങനെയൊക്കെ ബ്രേക്ക് ഉണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ ചേട്ടാ ഞാൻ എന്താണ് ചേട്ടാ ലാലേട്ടൻ അടുത്ത ദിവസം കൊച്ചിയിലുണ്ടെന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി. ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ലാൽസാറിന്റെ ടീം മൊത്തം നമുക്ക് അറിയാം. എന്ത് ഇൻസൈറ്റ്സ് കിട്ടിയാലും ലാൽസാറിനെ പറ്റി അതിന്റെ ഒരു ഭാഗമാകുന്നത് ഇങ്ങനെയെങ്കിലും ഒരു ഭാഗമാ. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. അപ്പൊ ഈ ഇങ്ങനെ ഒരു 40 ഡേയ്സിൽ ഒരു സിനിമ തട്ടിൽ കയറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞത് രഞ്ജിത്തേട്ടനാണ്. ഒരു ടെൻഷനും ഇല്ലാണ്ട് പ്രൊഡക്ഷൻ സൈഡിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തരുണടിപ്പിച്ച് തന്നോളാം. നമ്മൾ എപ്പോഴും എല്ലാ സിനിമകളിലും പ്രൊഡ്യൂസ്ഡ് ബൈ എന്നൊരു കാർഡ് കാണുമ്പം എല്ലാവരും വിചാരിക്കുന്നത് കുറേ പൈസ ഉള്ള ഒരാൾ പൈസ ഇറക്കുന്നു എന്നപ്പുറത്തേക്ക് അതങ്ങനെയല്ല, അങ്ങനെ ആവരുത് പ്രൊഡ്യൂസേഴ്സ് എന്ന് തെളിയിക്കുന്ന ഒരാളാണ് ഞാൻ ഈ രഞ്ജിത്തേട്ടൻ. അപ്പം അതിൻ്റെ ഒരു ഭയങ്കരമായ സന്തോഷവും ഭയങ്കര എന്താ പറയുക എക്സൈറ്റ്മെൻറ്റും എനിക്ക് ഭയങ്കര കംഫർട്ടും, പുറകെ വന്നിരുന്ന് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യലോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനോ പ്രഷറോ തീർന്നില്ലെങ്കിൽ തീർന്നില്ല, ഏറ്റവും ബെറ്റർ ഔട്ട്പുട്ട്, പ്രൊഡക്ഷൻ ക്വാളിറ്റി, ഇതിനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പം പ്രകാശ് വർമ്മയുടെ കേസിലാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ഒരു ഡിസിഷനോട് എത്തുമ്പോൾ പുള്ളിക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് പുള്ളി ഒരു ഡയറക്ടറാണ്, പുള്ളി ഒരുപാട് ഷോസ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്, 35 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ ജയവും പരാജയവും കണ്ടു നിന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ആ മനുഷ്യന് കൃത്യമായിട്ട് തന്നെ അളക്കാൻ പറ്റി. ഓക്കെ, ഈ പ്രകാശ് വർമ്മ എന്ന് ഞാൻ പറയുകയാണ്, ഞാൻ ചേട്ടാ എനിക്കൊരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടൊരു ആക്ടർ വേണം. ഒരു പ്രഡിക്റ്റബിൾ ആയിട്ടൊരു ആക്ടർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർവെല്ലിൽ നിൽക്കില്ല. കാരണം അത് അയാളെ പ്രേക്ഷകന് മനസ്സിലാവരുത്, അയാൾ നല്ലവനാണോ കെട്ടവനാണോ, അയാൾ ഗ്രേ ആണോ വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ എന്നൊന്നും മനസ്സിലാകരുത്. അപ്പം അങ്ങനെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ടൊരു ഇന്റർവൽ ബ്ലോക്ക് കിട്ടും എന്ന് പറഞ്ഞതിനെ കൃത്യമായിട്ട് സെൻസ് ചെയ്തു. രഞ്ജിത്തേട്ടൻ ഈ കാസ്റ്റിംഗിന്റെ കാര്യത്തിലായിക്കോട്ടെ സീനിന്റെ കാര്യത്തിലൊക്കെ ആയിട്ട് ഇൻവോൾവ് ചെയ്യോ, അതിനകത്തൊരു ഒപ്പീനിയൻ പറയോ? നമ്മൾ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഞാനത് രഞ്ജിത്തേട്ടനായിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പം ഞാൻ ഡിസിഷൻ എടുത്തിട്ട് ഇതാണെങ്കിൽ ഡിസിഷൻ ഒരിക്കലും ഞാൻ പറയാറില്ല. കാരണം ഈ സിനിമ 12 വർഷമായിട്ട് കൊണ്ടുവരുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ആ മനുഷ്യന് കൃത്യമായിട്ട് ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പം എൻ്റെ ഡ്യൂട്ടി എന്ന് ഒന്നല്ലെങ്കിൽ ആ മനുഷ്യൻ ചിന്തിച്ച് വെച്ചിങ്ങനെ മുകളിൽ കൊടുക്കുക, അല്ലെങ്കിൽ മിനിമം ആ മനുഷ്യൻ ചിന്തിച്ചതിൻ്റെ ഒപ്പം കൊടുക്കുക, അതിന് താഴെ പോകാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പം ഞാൻ എന്ത് ഡിസ്കഷൻ വന്നാലും ഒരു സീനിലൊരു ചെറിയ മാറ്റങ്ങൾ വന്നപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന 2 ആളുകൾ എന്ന് പറഞ്ഞാൽ സുനിലും രഞ്ജിത്തേട്ടനുമാണ്. കാരണം അവരാണത് 12 വർഷമായിട്ട് ഇത് മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. അപ്പൊ ഇതിന്റെ അങ്ങനെയാണെങ്കിൽ ഈ കാറിനകത്ത് പേഴ്സ് പോയത് അതിലൂടെയാണല്ലോ ലാലേട്ടൻ അറിയുന്നത്. അങ്ങനത്തെ ഒരു പേഴ്സിന്റെ സീക്വൻസും ഇതൊക്കെ നിങ്ങളപ്പോ ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും അല്ലേ? പിന്നെ ഇത് ആ സീക്വൻസ് ഒക്കെ സുനിൽ എഴുതുന്ന സമയം പോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഇതൊരു 10 വർഷം മുമ്പേ സുനിലിന്റെ ഒരു കൊടുങ്ങല്ലൂരൊരു ഗസ്റ്റ് ഹൗസിൽ എവിടെയോ ഇരുന്ന് ഒരു 3-4 മാസം കൊണ്ട് സുനിൽ ഇത് വർക്ക് ചെയ്തതാണ്. അത് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ പറഞ്ഞത്തോളം അതിനെ കുറിച്ച് സംസാരിക്കാനായിട്ടും തരുണിനെ കാണാനായിട്ടും മറ്റൊരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹം ആരാണ്? എന്റെ ദൈവമേ, ഞാൻ ഗസ് ചെയ്തു സുനിലേട്ടനായിരിക്കും. കറക്റ്റ് ആയിട്ട് രമ്യ ഇരിക്കാം, ഇവിടെ ഇരിക്കാം.
ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് സ്ക്രിപ്റ്റ് ചെയ്യാറും എല്ലാം അതന്നെ അവിടെ തന്നെ ഇല്ല അവിടെ ഇരുത്തൂല. നിങ്ങൾ ഒരുമിച്ചിരുന്ന് ചെയ്ത് തുടരും. ഇനി അതിനൊരു ബ്രേക്ക് കൊടുത്തിട്ട് അതുകൊണ്ട് നിങ്ങളെ കുറച്ച് കറക്റ്റ് സമയത്താണ് ഞാൻ കൊടുങ്ങല്ലൂർ ഗസ്റ്റ് ഹൗസിൽ നിന്ന് സ്ക്രിപ്റ്റ് എഴുതുന്ന കഥ പറഞ്ഞപ്പോൾ കറക്റ്റ് എൻട്രി. ഓഫ് കോഴ്സ് നമ്മൾ ചിന്തിക്കുമല്ലോ സുനിലേട്ടനായിരിക്കും. കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തു കേട്ടോ. സുനിലേട്ടൻ തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക എന്നുള്ളത്. പക്ഷെ സുനിലേട്ട ആ ഒരു സീൻ അദ്ദേഹം പറഞ്ഞു വരികയായിരുന്നു. ആ ഒരു സീൻ ഉണ്ടാക്കിയതും ഇതൊക്കെ ആ ഒരു നമുക്ക് അതിന്റെ കണ്ടിന്യൂഷനിലേക്ക് പോവാം. സുനിലേട്ടന്റെ ഭാഗത്തു നിന്ന് കേൾക്കട്ടെ. ആ പേഴ്സ് കാറിൽ നിന്നും കണ്ടുപിടിക്കുന്നത് അതിങ്ങനെ ഉണ്ടായി വരല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എല്ലാരും ശ്രദ്ധിക്കുന്നതും ഇപ്പൊ എല്ലാരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സീൻ ഉണ്ട് അത് വെച്ചിട്ട്. കാരണം ഈ പയ്യനെ ട്രൗസർ ഇട്ടിട്ടാണ് അവനെ കാറിലേക്ക് കയറ്റി കിടത്തുന്നത്. അങ്ങനെ ട്രൗസറിനുള്ളിൽ എവിടെ എങ്ങനെ വാളറ്റ് വന്നു, ആ ഒരു സാധനം ഇപ്പൊ ആൾക്കാരെ ഇങ്ങനെ ചിന്തിക്കുമല്ലോ. അപ്പൊ ആ ഒരു ഭാഗം ചേട്ടൻ അത് കഥ എഴുതിയപ്പം അല്ല അത് കൃത്യമായിട്ട് അത് വലിച്ചുകൊണ്ട് പോകുന്നതും ആ സമയത്ത് എല്ലാരും കയ്യിൽ പിടിച്ചിട്ടാണ് യൂണിഫോം അടക്കമുള്ള എല്ലാം. പിന്നെ സിനിമയിലെല്ലാം കൃത്യമായിട്ട് കാണിക്കണ്ടല്ലോ, എല്ലാം ഗസ്റ്റ് ചെയ്തെടുക്കാലോ. അത് സിനിമയുടെ ഒരു പർട്ടിക്കുലർ സീനിന്റെ അകത്ത് ന്യൂസിൽ നിന്ന് പറയുന്നുണ്ട് ചാക്കിൽ നിന്ന് കിട്ടിയ യൂണിഫോമിന്റെ പേരിൽ അന്വേഷണം പോലീസ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഓഫ് കോഴ്സ് അതിന്റെ അകത്ത് അപ്പൊ അതങ്ങനെ ആ ലാസ്റ്റ് സിനിമയുടെ അത്രയും ക്രക്സ് ആയിട്ട് ഏരിയ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്പൂൺ ഫീഡ് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ കഥ എഴുതുമ്പോഴും സ്ക്രിപ്റ്റിങ്ങിന്റെ ഓരോ ഭാഗത്തും ഇങ്ങനെയും വരാം ആൾക്കാർ മറുഭാഗം നിങ്ങൾ ചിന്തിച്ചു തന്നെയാണോ ഓരോ വരി എഴുതുമ്പോഴും? പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പലപ്പോഴും ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ എഴുത്തിന്റെ അകത്ത് എല്ലാ സീനിലും 5 കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കഥാപാത്രം എക്സ്ട്രാ ഉണ്ടാവാറുണ്ട്. അത് പ്രേക്ഷകനാണ്. നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ ഇപ്പൊ രണ്ടുപേര് എഴുതുമ്പോൾ ഉള്ള ഗുണം അതാണ്. ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഗീവ് ആൻഡ് ടേക്കുകളും ചിന്തകളും അങ്ങനെ ലോജിക് ഇഷ്യൂ വരൂലേ, ഇങ്ങനെ ആ ഒരു പരിപാടി ഞങ്ങൾക്കിടയിലുണ്ട്. അപ്പം എഴുത്തിലെപ്പോഴും ഒരു മൂന്ന് ക്യാരക്ടേഴ്സിന്റെ സീനാണെങ്കിൽ 4ാമതൊരാൾ ഇൻവിസിബിൾ ആയിട്ടുണ്ട്. ഇനി സുനിലേട്ടൻ്റെ അടുത്ത് ചോദിക്കട്ടെ. സുനിലേട്ടൻ 10-12 വർഷമായിട്ട് ഈ ബേബിനെ കൂടെ വെച്ചിരിക്കുകയാണ്. എത്രയോ ഉറക്കമില്ലാത്ത രാത്രികൾ, പകലുകളും എല്ലാം ഇരുന്ന് ചിന്തിച്ചെഴുതിയതാണ്. അന്നേരമൊക്കെ ഈ മനുഷ്യൻ പാലയിലൂടെ കോട്ടയം, കിടങ്ങൂർ, എറണാകുളം ഇതൊന്നും അറിയാതെ വേറൊരു ലോകത്ത് നിന്നൊരാളാണ്. പല ഡയറക്ടേഴ്സിന്റെ അടുത്ത് നിങ്ങൾ പോയിട്ട് എങ്ങനെയാണ് ഒരു 12ാമത്തെ ആളോ 12 ഞാൻ 12 എന്നൊക്കെ കേട്ടത് ഫേക്ക് ആണ്. 12 വർഷം ഞാൻ കേട്ടത് 12ാമത്തെ ആളെന്നാണ് കേട്ടത്. 6ഓളം പേരായിട്ട് ഭയങ്കരമായിട്ട് ഇതിനെ കുറിച്ച് ചർച്ചയൊന്നുമില്ല. ചില ആൾക്കാർ വന്നു പോയി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു വന്നു, അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാതെ തരുണ്ട പോലെ ഇരുന്ന് കണ്ടിന്യൂസ് ഞങ്ങൾ ഇത്ര കാലം ഒന്നും വർക്കൊന്നും ചെയ്തില്ല. അപ്പൊ എങ്ങനെ നിങ്ങള് ഈ സ്ക്രിപ്റ്റ് നമുക്ക് ധൈര്യമായിട്ട് ഈ ഇദ്ദേഹത്തിന് ഏൽപ്പിക്കാം എന്നുള്ളത് തോന്നിയത്? അതെന്താന്ന് വെച്ചാല് ഞാൻ തരുണിന്റെ സിനിമ ഞാൻ മുമ്പ് എന്റെ എക്സിബിഷൻ, എന്റെ ബിനാലെ സമയത്തുള്ള എക്സിബിഷൻ, ചവിട്ടുകാരെ കുറിച്ചുള്ള എക്സിബിഷൻ ഉണ്ടായിരുന്നു. അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ തരുണിന്റെ സൗദി വിളക്കാണ്ട്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. അത് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാതെ പോയി, ഞാൻ തരുണിന്റെ അതിന് മുമ്പ് സിനിമ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാതെ പോയി കണ്ട സിനിമയാണത്. പ്രത്യേകിച്ച് വലിയ ആർട്ടിസ്റ്റുകളൊന്നുമില്ല, എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തിയ സിനിമയാണ്. പ്രത്യേകിച്ച് അതിൽ ഭയങ്കര സീനുകൾ അല്ലെങ്കിൽ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള മനുഷ്യന്റെ ജീവിതം പറയുന്ന സിനിമയാണ്. ഞാൻ ഫോട്ടോഗ്രാഫിയിലൂടെ അന്വേഷിക്കുന്ന സംഭവം തന്നെയാണ് തരുണ സിനിമയിലൂടെ പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ കാലത്ത് ഇമോഷൻസ്, മനുഷ്യന്റെ ജീവിതമായിട്ട് അതിന്റെ ഇമോഷൻസിനൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു കാലമാണത്. എന്തുകൊണ്ടാണെന്നറിയില്ല, പല സിനിമകളും നിർഭാഗ്യവശാൽ അങ്ങനെയാണ്. പക്ഷെ തരുൺ അങ്ങനെയല്ല. അപ്പൊ ഞാൻ തരുണിന്റെ കുറച്ച് ഇന്റർവ്യൂകളൊക്കെ ഞാൻ ആ സമയത്ത് എനിക്ക് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അവരെ തെരഞ്ഞു പിടിക്കും. പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, പടത്തിന്റെ ഒരു സ്റ്റോറിയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും സുനിലേട്ടനെ പറ്റി അറിയുന്നു. ഞാൻ അങ്ങോട്ട് ഫോളോ ചെയ്തു, പുള്ളിയുടെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ കണ്ടു. അപ്പോഴും എനിക്കറിയില്ല ഇങ്ങനെ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത് ഇദ്ദേഹമാണെന്നും അറിയില്ല. പണ്ടിങ്ങനെ അനൗൺസ്മെന്റ് ചെയ്ത്, അപ്പം അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ ഒരു സുനിൽ ഒന്ന് കണ്ടിട്ടൊക്കെ ഉണ്ട്, കേട്ടിട്ടുണ്ട്, ഇദ്ദേഹമാണെന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോ എന്റെ എക്സിബിഷൻ സ്ഥലത്തേക്ക് ആ സമയത്ത് രഞ്ജിത്തേന്റെ കോള്, നമ്മളെ പ്രൊഡ്യൂസർ, ഇങ്ങനെ തരുൺ ഈ കഥ കേട്ടു, തരുൺ ഇഷ്ടമായിട്ടുണ്ട്, തരുൺ സുനിലിനെ കാണാൻ വേണ്ടി വരുന്നു പറഞ്ഞു. അങ്ങനെ തരുണും തരുണിന്റെ ഫ്രണ്ട്സും അസിസ്റ്റൻസ് ആണ്. അപ്പോൾ അവർ എന്നെ കാണാൻ വേണ്ടിയിട്ട് മട്ടാഞ്ചേരിയിൽ എൻ്റെ ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് വരും. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ തരുണായിട്ട് ആദ്യം കണ്ടപ്പോൾ, സംസാരിച്ചപ്പോൾ, പ്രത്യേകിച്ച് ആ സിനിമ എന്നെ ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല തരുൺ എന്ന വ്യക്തിയെ ആ കണ്ടുമുട്ടൽ എനിക്ക് ഭയങ്കര താല്പര്യമായി. കൊടുക്കൽ വാങ്ങലുകൾ ഇന്നെ ഒരുമിച്ചിരിക്കാൻ പറ്റിയ ആള്, അല്ലെങ്കിൽ
ആ സംസാരത്തിന് ഒക്കെയാണ് ഇത് ചെയ്യാൻ ഒക്കെ ആയിട്ടുള്ള ഒരാളെന്ന് എനിക്ക് തോന്നി. അതല്ല സുനിലേട്ടാ, തരുൺ ഇപ്പൊ ഇരുന്ന് തരുണിന്റെ ഈ തുടരും സിനിമയ്ക്ക് ശേഷം തരുണിന്റെ ഇന്റർവ്യൂസ് കുറെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് നിന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് ഞാൻ ഇവിടെ വീണ്ടും ചോദിക്കണം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ തരുൺ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കുണ്ടല്ലോ തരുൺ നറേറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. എനിക്ക് ഫീൽ ചെയ്യാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ എനിക്ക് ആ വിഷ്വലൈസ് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നു. എനിക്ക് ഫീൽ അടിക്കുക കേട്ട കാര്യമാണെ പോലും ഭയങ്കര നല്ലൊരു നറേറ്റർ ആണ് ഇദ്ദേഹം. അത് പ്രകാശ് വർമ്മയാണ് ഏറ്റവും കൂടുതൽ പറയാറ്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട്, അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ് അല്ലേ? കാരണം കഥ ഉണ്ടാക്കിയതും കഥ എഴുതി ഒക്കെ ആക്കിയത് ഇദ്ദേഹമാണെങ്കിലും അത് പഠിച്ച് അത് കറക്റ്റ് ആയിട്ട് കൺസീവ് ചെയ്ത് അത് മറ്റൊരാളിലേക്ക് എത്തിക്കുക. ഞങ്ങളുടെ അങ്ങനത്തെ ഒരു മൊമെന്റ് പറയുമ്പോൾ സുനിലേട്ടൻ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. ഞങ്ങള് ശോഭന മാമിനെ കാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ ജ്യോതിക മാമിനെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടിനും കൂടിയാണ് മുംബൈക്ക് പോകുന്നത്. ഞങ്ങൾ രാവിലെ ഫ്ലൈറ്റിൽ കയറി ഞങ്ങൾ ഇങ്ങനെ പോയി. അപ്പം ജ്യോതികാവിന്റെ ഇടയ്ക്ക് ഒന്നല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയണം അല്ലെങ്കിൽ തമിഴ് പറയണം. അപ്പൊ അത് നമ്മൾ പ്രിപ്പയർ അല്ലായിരുന്നു. കാരണം നമ്മൾ എല്ലാവരുടെയും മലയാളത്തിൽ പറയാറുണ്ട്. പിന്നെ ഇത്രയും ലെങ്തിൽ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ നറേറ്റ് ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഫുൾ സ്റ്റോറി എങ്ങനെ. അപ്പൊ ഈ അവിടെ ചെന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഇത് തമിഴിൽ പറയേണ്ടി വരും. അപ്പൊ എനിക്ക് മുറിത്തമിഴൊക്കെ അറിയാവുള്ളൂ. അപ്പൊ സുനിലേട്ടൻ എന്റെ അടുത്തിരിപ്പുണ്ട്. അപ്പൊ ഞാനാണ് നറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ ഞാൻ തമിഴിൽ എനിക്കറിയാവുന്ന മുറിത്തമിഴും നമ്മളൊക്കെ വെച്ചിട്ട് ഞാൻ പടം നറേറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഇങ്ങനെയാണ് മാം അപ്പടി ഇരുങ്ങ ഇപ്പടി ഇരുങ്ങ ഇമോഷൻസ് ഒക്കെ പറയുകയാണ്. എൻ്റെ ഉള്ളിലുള്ളതൊക്കെ അറിയാവുന്ന ഭാഷയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സുനിലേട്ടൻ ഇടക്കിടങ്ങ് ഭയങ്കരമായിട്ട് സന്തോഷം കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അറിയില്ല. അപ്പം ജ്യോതിക മാമും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി പല ഭയങ്കര വിഷ്വൽസ് കിട്ടണമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ബ്രേക്കിൽ ഇന്റർവെൽ ആയപ്പോഴത്തേക്കും ഞങ്ങൾ വാഷ്റൂമിൽ പോകുമ്പോൾ ഞാൻ സുനിലേട്ടൻ പോയപ്പോഴത്തേക്കും സുനിലേട്ടൻ നിങ്ങളാണ് ഈ സിനിമ ചെയ്യേണ്ടത്, അത് നിങ്ങൾ ഈ ഭാഷയിൽ ഈ സിനിമ നറേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല ഞാൻ എങ്ങനെ നറേറ്റ് ചെയ്യാം. കാരണം അതെനിക്ക് ഭയങ്കര കാരണം ഒരു റൈറ്റർ കുഞ്ഞിനെ പോലെ കൊണ്ടുവരുന്നൊരു സിനിമ ഒരു വേറൊരു ആക്ട്രസിന്റെ ഇടയ്ക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്റർവ്യൂ സമയം കറക്റ്റ് സ്ഥലത്താണ് ഈ സിനിമ എത്തിയിരിക്കുന്നത്, നിങ്ങൾ തന്നെയാണ് ഈ സിനിമ ചെയ്യേണ്ടത്. ഞാൻ ഭയങ്കര ഹാപ്പിയാന്ന് പറഞ്ഞപ്പോൾ അത് എനിക്ക് ഭയങ്കര ക്ലോസ് ടു തരുൺ പറയും. ഞാനായാലും അല്ലെങ്കിൽ തരുണായാലും മറ്റു പല ഡയറക്ടർ കമൽ സാറായാലും പാച്ചിക്ക അല്ലെങ്കിൽ പലരും നന്നായിട്ട് കഥ പറയും. അപ്പോ ഇത് പറയുന്ന സമയത്ത് നമുക്ക് നമ്മൾ മുഴുവനായിട്ട് അതിൽ തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ പുതിയ ചില ഐറ്റംസ് പുതിയ സംഭവങ്ങൾ ആ സമയത്ത് വരും. അങ്ങനെ തരും ചില സംഭവങ്ങൾ ആ സമയത്ത് ഇട്ടു. അതന്നെ ഓൺ സ്പോട്ട്. അതാണ് അങ്ങനെയാണ് നമ്മൾ കഥ വലുതാകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കഥകൾ പറയുമ്പോഴാണ്. നമ്മൾ എഴുതി വെച്ചതിനൊക്കെ അപ്പുറത്ത് നമ്മൾ ഓരോ ആക്ടേഴ്സിൻ്റെയും കഥ നറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓൺ സ്പോട്ട് ചില ഇൻപുട്ടുകൾ കിട്ടും. അപ്പം തന്നെ നമുക്ക് കൊള്ളാലോ എന്ന് തോന്നുന്നു. അപ്പം തന്നെ നമ്മൾ നമ്മുടെ എഡീസിന്റെ ഇടയ്ക്കിലേക്ക് നമ്മൾ ഇത് നോട്ട് ചെയ്ത് വെക്കുന്ന പറഞ്ഞാൽ അപ്പം തന്നെ കൊടുക്കും. അങ്ങനെ കഥ ഞാൻ എനിക്ക് തോന്നുന്നു ഈ ഫിലിം ഡയറക്റ്റ് ചെയ്യാൻ നടക്കുന്ന എല്ലാ ഡയറക്ടർ പുതിയ പിള്ളേരും പറയണത് നിങ്ങൾ കഥ നറേറ്റ് ചെയ്യണം. നിങ്ങൾ പറഞ്ഞ് ശീലിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുള്ളൂ. ക്ലാരിറ്റി കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് പുതിയ കണ്ടന്റുകളായിട്ട് കിട്ടുള്ളൂ. തീർച്ചയായിട്ടും അതിൽ വലിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ് അത്. അതേപോലെ തന്നെ സുനിലേട്ടാ ഇതിനകത്ത് അർജുനെ പ്ലേസ് ചെയ്തരുതുണ്ട്. അത് ഒരു ട്വിസ്റ്റിന് വേണ്ടി തന്നെ കോൺഷ്യസ് ആയിട്ട് അങ്ങനെ ഒരു അർജുനെ അവിടെ പ്ലേസ് ചെയ്തതാണോ? ആ ഫോണിൽ വിളിച്ചോണ്ട് നിൽക്കാം പെട്ടെന്ന് പറയുമ്പോ അർജുനെയാണോ അത് നമ്മൾ മലയാളി ഓഡിയൻസ് എന്നുള്ളത് നമ്മുടെ ഓഡിയൻസിന്റെ ഒരു അതിബുദ്ധി ഉണ്ടല്ലോ. നമ്മുടെ ഓഡിയൻസിന് എപ്പോഴും ഒരു അതിബുദ്ധി ഉണ്ട്. ഇവൻ അങ്ങനെ ആയിരിക്കും. ആ അതിബുദ്ധിനെ കൃത്യമായിട്ട് ചോദ്യം ഇനി രണ്ടാമത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നുമില്ല. ആദ്യത്തെ കാഴ്ചയിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ അർജുൻ അശോകനെ പറ്റിക്കാൻ. പക്ഷെ രണ്ടാമത് കണ്ടു കഴിഞ്ഞാൽ അർജുൻ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല. അതൊരു നോർമൽ നാട്ടുംപുറം കാഴ്ചയിൽ ആരോ കാറിൽ ചവിട്ടുന്നതിനപ്പുറത്തേക്ക് നമ്മളുടെ മലയാളികളുടെ അല്ലെങ്കിൽ സിനിമ കണ്ട് ശീലിച്ചു വന്നിരിക്കുന്ന പ്രേക്ഷകന്റെ ഒരു ബുദ്ധി ഉണ്ടല്ലോ. അർജുന അശോകൻ അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും ഉണ്ടാവും. ചിലർ വിചാരിക്കും അവൻ ചുമ്മാ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് മറ്റു തന്നെ ഞങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും. അപ്പം അത് ആ ഒരു ചിന്ത മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. എന്റെ മോളും ഞാനിവിടെ അങ്ങനെ ചിന്തിച്ചൊരു വലിയ പെർസെന്റേജ് ഉണ്ട്. പക്ഷെ അപ്പം എനിക്ക് സിനിമ നമുക്കറിയാലോ ട്വിസ്റ്റ് ആയിരിക്കുമല്ലോ അങ്ങനെ തോന്നി. പക്ഷെ എന്നാലും അതിന്റെ ആ ഒരു ചെറിയൊരു അപ്പിയറൻസിന് വേണ്ടിയിട്ടാണെങ്കിലും അർജുനെ നിങ്ങൾ പ്ലേസ് ചെയ്യാൻ തീരുമാനിച്ചത് അത് ആരുടെ ഒരു ഡിസിഷൻ ആയിരുന്നു? അല്ല നമുക്ക് അവിടെ ഒരു ക്യാമിയോ വേണം എന്നുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരണം എന്ന രീതിയിലൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പല ഓപ്ഷൻസും നോക്കി. ആ സമയത്ത് അർജുനാണ് എനിക്ക് അർജുനോട് ഭയങ്കര അർജുനെ ഇപ്പൊ എല്ലാരും പറയും എന്തിനൊരു സീൻ വന്ന് അഭിനയിച്ചു, നിങ്ങളൊരു ഹീറോ മെറ്റീരിയൽ അല്ലേ, നിങ്ങൾ എന്തിനൊരു ചുമ്മാ ഒരു പാസിംഗ് സീനിൽ വന്ന് അഭിനയിച്ചു എന്നൊക്കെ ചില ട്രോളുകളും പരിപാടികളൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെയാണ് നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, അർജുനെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തേണ്ടത്. അർജുൻ
ഇപ്പോഴും ഉണ്ട്. ആ സെറ്റിൽ വരുന്ന സമയത്ത് ശാന്തമി രാത്രിയിൽ ചെയ്യണം ഓടിപ്പിടിച്ചാൽ വന്നത്. ഓടിപ്പിടിച്ചത് ഭയങ്കര നെർവസ്ഡായിരുന്നു. കാരണം അവനൊരു ലാലേട്ടനൊപ്പം ഒരു കോമ്പിനേഷൻ സീൻ ചെയ്യാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും. അപ്പം അന്ന് അവൻ വന്നപ്പം പറഞ്ഞു, എന്നോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഹരിശ്രേഷവൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, എത്ര സിനിമ നീ മലയാള സിനിമയിൽ ചെയ്താലും നിനക്കൊരു സീനെങ്കിലും ഒരു സീൻ മോഹൻലാലിനൊപ്പം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നീ വേസ്റ്റ് ആണെന്നത്. കാരണം അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ലൈഫോ നിന്റെ ആക്ടിങ് കരിയറോ പൂർണ്ണമാവില്ല. അപ്പം നീ ലാലേട്ടനൊപ്പം എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഒരു കൂട്ടുകാരനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ വേഷത്തിനാണെങ്കിലും വിളിച്ചാൽ പോലും നീ അത് പോയി ചെയ്തേക്കണമേ എന്ന് പണ്ടെപ്പോഴോ പറഞ്ഞത് അവൻ്റെ തലയിൽ കിടന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോള് വന്നപ്പോഴത്തേക്ക് അവൻ അതിൻ്റെ ഒരു പൈസയോ കാര്യങ്ങളോ ഒന്നും നോക്കിയിടുന്നില്ല. ഇപ്പം എൻ്റെ പടമൊന്നും നോക്കിയിട്ടില്ല. അവന് ലാലേട്ടനൊപ്പം ഒരു സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു നടൻ്റെ കൊതിയിലാണ് അവനത് വന്ന് ചെയ്തത്. അപ്പൊ അത് ആ ത്രൂ ഔട്ട് ചെയ്യുന്ന സമയത്തും ഒക്കെ എൻ്റെ എക്സൈറ്റ്മെന്റ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അശോകൻ ചേട്ടൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അർജുൻ വന്നത് അതുകൊണ്ടാണ്. ഒരുപാട് പേര് ഞാൻ 2-3 എന്താ പറയാ ഇൻസ്റ്റാ റീലൊക്കെ കണ്ടു, ഇങ്ങനൊരു ഇത്രയും ഹീറോ ആയിട്ട് ചെയ്യുന്ന ഒരാൾ എന്തിനു പോയി ഒരു ചെയ്തു. പക്ഷെ അത് അവനെ സംബന്ധിച്ചോളം പേഴ്സണലാണ്, ഞങ്ങളെ സംബന്ധിച്ചോളം പേഴ്സണലാണ്. അത് തരുണിന്റെ ഒരു ചോയ്സ് ആയിരുന്നു. അവിടെ ഒരു ക്യാമിയോ വേണം എന്നുള്ളത് ചെയ്തു. ആ സമയത്ത് അർജുനാണ് നമുക്ക് അവൈലബിൾ ആയത്. ഇപ്പൊ പിന്നെ ഓഫ് കോഴ്സ് അർജുൻ ഒരു ബാഡ് ഓപ്ഷൻ അല്ല അർജുനിലേക്ക് പോകാൻ. അടുത്ത സ്ക്രിപ്റ്റിംഗ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതേപോലെ? കയ്യിൽ ഓൾറെഡി സ്റ്റോക്കിലുണ്ടോ? അല്ല, അങ്ങനെ ചർച്ചകളുണ്ട്. ഭയങ്കര ലൈഫുള്ള സ്റ്റോറി ടെല്ലറാണ് പറയുന്ന പോലെ. ഞാൻ പറഞ്ഞ ഈ സിനിമയുടെ ഇപ്പം കൊടുങ്ങല്ലൂർകാരനാണ്, പക്കാ കൊടുങ്ങല്ലൂർകാരനാണ്, നാട്ടുമ്പുറംകാരനാണ്. അപ്പം ഈ പറയുന്ന പുള്ളി പണ്ടെപ്പോഴോ ഒരു പോലീസ് സ്റ്റേഷന്റെ വാതിക്കെ കൂടി ബസ്സിലോ അങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഒരാൾ ഒരു മതിലുമേൽ ചാരി നിന്ന് പോലീസ് സ്റ്റേഷനിലുള്ള യാർഡിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയുടെ മുൻപും പിൻപും ഇയാൾ ആലോചിച്ചെടുത്താണ് ഈ സിനിമ. അയാൾ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ടാണല്ലോ സംഭവിച്ചത്. അങ്ങനെ അയാൾക്ക് ഒരു ഫോട്ടോഗ്രാഫിക് ക്ലിക്ക് കിട്ടി. ഒരു പോലീസ് സ്റ്റേഷനിൽ യാർഡിലോട്ട് നോക്കി നിൽക്കുന്ന ഒരു മനുഷ്യൻ. അയാളുടെ കഥ എന്താ, എന്തിനായിരിക്കും അയാൾ നോക്കി നിൽക്കുന്നത്, അയാൾ എന്തായിരിക്കും നോക്കി നിൽക്കുന്നത്, അയാൾ ആരായിരിക്കും, എന്തായിരിക്കും എന്നൊക്കെ പറയുന്ന പുള്ളിയുടെ ഭാവനകളാണ് ഈ സിനിമ. അപ്പൊ ഞാനെപ്പോഴും എനിക്കൊരു സിനിമ ചെയ്യണമെങ്കിൽ എനിക്കത് ബിലീവബിൾ ആണ്. ഞാൻ വേറെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വിശ്വസിക്കാൻ പറ്റണം ഇങ്ങനെ ഒരു സിനിമ സംഭവിക്കും എന്ന്. ഇപ്പം ജാവയാണെങ്കിൽ അതിൻ്റെ അകത്ത് നടന്ന കാര്യങ്ങൾ നടന്നിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം, ഓക്കെ ഇത് പ്രേക്ഷകനോട് പറയുന്നതിന് എനിക്ക് പ്രശ്നങ്ങളില്ല. ഇപ്പം സൗദി ആണെങ്കിൽ അതൊരു പത്രവാർത്ത ആയതുകൊണ്ട് അത് നടക്കുമെന്ന് എനിക്കറിയാം. ഇത് എനിക്കൊരു പുതിയ അനുഭവമാണല്ലോ, ഒരു പുതിയ റൈറ്ററിൻ്റെ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞൊരു പുതിയ. അപ്പം ഞാൻ സുനിലേട്ടനോട് ചോദിച്ചു, സുനിലേട്ട എന്തുകൊണ്ടാണ് ഈ സിനിമ ഉണ്ടായത്? അപ്പം എനിക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ സംഭവിക്കും, ഇത് എനിക്ക് ഈ ക്യാരക്ടേഴ്സൊക്കെ ബിലീവ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അന്നാണ് എൻ്റെ അടുത്ത് ഈ കഥ പറയണത്. ഞാൻ കൊടുങ്ങല്ലൂർ കണ്ടൊരു കാഴ്ചയിൽ നിന്നാണ്. അപ്പൊ എനിക്ക് കൊടുങ്ങല്ലൂർ അങ്ങനെ ഒരു മനുഷ്യൻ പോലീസിന്റെ സ്റ്റേഷന്റെ യാർഡിലോട്ട് നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ കഥ ഇതായിരിക്കുമെന്ന് ഞാൻ ബിലീവ് ചെയ്തു. അതെന്നെ ഇദ്ദേഹം ബിലീവ് ചെയ്യിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ആ സിനിമ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന ലെയറുകളും ഒക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. ഞാനന്ന് എന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ ഇല്ലാത്തൊരു സീൻ തരുൺ ആഡ് ചെയ്യുകയും ചെയ്തു. അതായത് ഈ കൊടുങ്ങല്ലൂർ സ്റ്റേഷന്റെ വാതിക്കൽ നോക്കി നിൽക്കുന്ന സീൻ സ്ക്രിപ്റ്റിനകത്ത് ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഈ സീൻ നമുക്ക് ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളിപ്പോ ട്രെയിലറിലൊക്കെ കാണുന്ന മണിയമ്പിള്ള രാജൻ. എന്നാലും അവൻ നമ്മളോട് ഇത് ചെയ്തല്ലോ എന്ന് പറയുമ്പം ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പറഞ്ഞ ലാലേട്ടൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്. അത് ആക്ച്വലി സുനിലേട്ടൻ കണ്ട കാഴ്ചയുടെ ഞങ്ങളുടെ എക്സാജറേറ്റഡ് വേർഷനാണ്. അതേപോലെ തന്നെ ഈ സിനിമയിൽ തുടക്കത്തിൽ കാണിക്കുന്ന ആനകൾ കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു ഇത് പറയുന്ന പോലെ ഒരു ഫോട്ടോഗ്രാഫിക് ആ ഒരു വ്യൂവിൽ ചിന്തിച്ചിട്ടാണോ? അല്ല, എന്നോട് പലരും ചോദിക്കാറുണ്ട്. പക്ഷെ അത് തരുണായിട്ടുള്ള ഡിസ്കഷനിൽ വന്നിട്ടുള്ള സംഭവമാണ്. അത് എൻ്റെ ഒരു ഫോട്ടോഗ്രാഫി, സത്യം പറഞ്ഞാൽ ഞാനൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ കാട് പ്രകൃതി അതല്ല എൻ്റെ സബ്ജക്ട്. എപ്പോഴും ആളുകളാണ്. അത് ഞങ്ങൾ ഡിസ്കഷനിൽ തരുണ്ട സജഷനാണ്. എനിക്ക് ആന എന്ന് പറയുന്നതിന് മോഹൻലാൽ ആസ് ആൻ എലിഫന്റ് എന്നുള്ളത് അതാണ് എനിക്ക് ഈ സിനിമയുടെ ആദ്യത്തെ എൻ്റെ ഇപ്പം സുനിലേട്ടൻ അതൊരു സാധാരണക്കാരൻ എന്ന് പറഞ്ഞാലും എനിക്ക് ഈ സിനിമയിൽ എവിടെയോ മോഹൻലാൽ ഒരു ആനയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ ലാലേട്ടൻ ചെയ്യാൻ വന്ന ക്യാരക്ടർ ഒരു ആനയാണ്, അല്ല ഒരു ഒറ്റക്കൊമ്പനാണെന്നുള്ളതാണ് എനിക്ക് കിട്ടിയൊരു റെഫറൻസ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ശബരിമലയിൽ പോലത്തെ ഇൻട്രോ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പം ശബരിമല ഭാഗത്ത് കാടുകളിലൊക്കെ ഒരു ആനക്കൂട്ടം ഉണ്ടാവൂലേ എന്നൊക്കെ പറയുന്ന ഞങ്ങളുടെ ഡിസ്കഷനിൽ നിന്നാണ് ഈ ഒരു ആനയും ആനക്കൂട്ടവും കിടന്നുറങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും എന്നത്. അപ്പൊ അങ്ങനെ ഒരു ഫേമസ് ഫോട്ടോഗ്രാഫ് ഉണ്ട്. അപ്പൊ ആ ഫോട്ടോഗ്രാഫ്സ് വെച്ചിട്ട് ഞങ്ങൾ അതിന് ഒരു CG സപ്പോർട്ടോട് കൂടി ആനക്കൂട്ടത്തെ ഉണ്ടാക്കി. അപ്പൊ അത് ഞാൻ പറഞ്ഞത് അത് വേണമെങ്കിൽ അത് അവോയ്ഡ് ചെയ്ത് കളയാവുന്ന ഒരു സീനാണ്. പക്ഷെ അങ്ങനെയുള്ള സീനുകളുടെ
കൂടിച്ചേരലും കൂടിയാണ് ഈ സിനിമയെ കുറച്ച് സ്പെഷ്യൽ ആക്കുന്നത് നിങ്ങൾ. ഓക്കെ, എന്തായാലും സുനിലേട്ട ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ സ്ക്രിപ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒന്ന് എത്തിച്ചു തന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ആൻഡ് ഇങ്ങനെ ഈ ഒരു തരുൺ മൂർത്തിയുടെ ഈ ഒരു ഷോയിലേക്കും ഞങ്ങൾ വിളിച്ചപ്പോൾ എത്തിയതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു സുനിലേട്ട. ഇപ്പൊ ഈ പറഞ്ഞ സീനുകളൊക്കെ പറഞ്ഞു വെച്ച് ചോദിക്കട്ടെ, ലാലേട്ടൻ കരയണ ഒരു സീനുണ്ട്. ലാലേട്ടൻ കരഞ്ഞ അത് തരുൺ അറിയാം, നമ്മൾ മലയാളികൾക്ക് നമ്മുടെ അറിയാതെ ഞാനൊക്കെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. നമുക്കത് എങ്ങനെയോ നമുക്കത് ടച്ച് ചെയ്യും. അപ്പൊ ഇത് സ്ക്രീനിൽ കണ്ടത് മോണിറ്ററിൽ കാണുമ്പോഴേ തരുണിന് അത് എത്രത്തോളാണ് ഒരു ക്യാപ്റ്റന് ഒരു ഇത് കാണുമ്പോൾ ആ ഒരു ഫീൽ, ഫാൻ ബോയ് ഇതെല്ലാം ആണല്ലോ നിങ്ങള്. ഞാൻ നേരത്തെ ക്യൂവിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറയാൻ പാടില്ലായിരുന്നു അത്, പക്ഷേ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് പുറത്ത് ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയി. ഞാനൊരു സീനിൽ കട്ട് വിളിക്കാൻ കൺഫ്യൂസ്ഡ് ആയിപ്പോയി എന്ന് പറഞ്ഞു. അപ്പം നോർമലി ഒരു സിനിമ ഇറങ്ങുന്നതിന് മുന്നേ അങ്ങനത്തെ പരാമർശങ്ങൾ ഏറി കയറാനാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ കാരണം എൻ്റെ പ്രൊമോഷൻ സമയത്തൊക്കെ ഞാൻ വളരെ അത്രയും കൺസേൺഡ് ആയിരുന്നു, നമ്മുടെ വായിൽ നിന്നൊന്നും വീഴാൻ പാടില്ല. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് പോയ ഒരു വിശേഷണമായിരുന്നു ആക്ച്വലി ആ സീനാണിത്. കട്ട് വിളിക്കാൻ അല്ലെങ്കിൽ ഈ പറയുന്ന കൺഫ്യൂസ്ഡ് ആയി പോയി എന്ന് പറയുന്ന ഒരു സീക്വൻസ് ആണിത്. അപ്പം ഞാൻ ലാലേട്ടൻ്റെ അടുക്കൽ സീൻ ഡിസ്ക്രിപ്ഷൻ ഭയങ്കര എളുപ്പമാണ്. ഈ സീൻ പറഞ്ഞപ്പോൾ ഞാൻ ആകെ പോയി പറഞ്ഞത് ലാലേട്ടൻ അവിടെ വന്ന് നിന്നു, നനഞ്ഞ് മറ്റേ നേരെ വന്ന ഉടനെ തന്നെ ഷവർ ഓണാക്കി അതിൻ്റെ അടിയിലേക്ക് വന്ന് നിന്നിട്ട് പുള്ളി മൊത്തത്തിൽ അങ്ങോട്ട് നനഞ്ഞിട്ടാണ് പിന്നെ ആ സീൻ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ലാലേട്ടൻ്റെ ആകെ പറഞ്ഞ എൻ്റെ ഡിസ്കഷൻ വളരെ ചെറുതായിരുന്നു. ലാലേട്ടാ മുഖം പൊത്താതെ കരയണം, ഒരു മുഖം മറച്ചുകൊണ്ട് ഒരിക്കലും കരയരുത്. എനിക്ക് ആ കരച്ചിൽ ലാലേട്ടൻ്റെ കണ്ണിൽ നിന്നുള്ള എല്ലാ ഇമോഷൻസും ക്യാപ്ചർ ചെയ്യാൻ പറ്റണം. പിന്നെ ഏറ്റവും വൾഗറായിട്ട് കരഞ്ഞാലും കുഴപ്പമില്ല. അതിൻ്റെ അപ്പം വായിൽ നിന്ന് ഉമ്മിനീര് പുറത്തേക്ക് വന്നാലോ അല്ലെങ്കിൽ മൂക്കിൽ നീര് പുറത്തേക്ക് വന്നാലോ ഒന്നും നോക്കണ്ട. ഗീവ് ദ റോ കൈൻഡ് ഓഫ് പെർഫോമൻസ് എന്നാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തത്. പിന്നെ പറഞ്ഞൊരു പോയിന്റ് കൊളാപ്സ് എന്നാണ് പറഞ്ഞത്. അപ്പം ഓക്കെ, ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞു, ഞാൻ അവിടെ പോകുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വരത്തനിലെ ഒരു മ്യൂസിക്കാണ് അന്നേരം പ്ലേ ചെയ്തത്. അപ്പം ഞാൻ ഇത് ഏത് സിനിമയിലെ മ്യൂസിക്കാ മോനെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരത്തനിലെ ഫഹദ് ചെയ്ത വരത്തനല്ലേ. ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ ആ മ്യൂസിക് ഉറക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. അത് ആ റൂം ഈ പറഞ്ഞ ബാത്റൂമിൽ മൊത്തം ഭയങ്കരമായിട്ട് കേൾക്കാം. അപ്പം ഞാൻ ഓൾറെഡി സ്റ്റില്ല് ചെയ്യാൻ വന്ന ആൾക്കാരെയും മേക്കിംഗ് ചെയ്യാൻ വന്ന ആൾക്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങി. കാരണം ഒരു കുറച്ച് ആക്ടറിന് കുറച്ചും കൂടി ഫ്രീഡം കൊടുക്കേണ്ട സ്ഥലമാണ്. പക്ഷെ ഷാജി ചേട്ടൻ ഓൾറെഡി ക്യാമറയായിട്ട് റൈറ്റ് സൈഡിൽ നിൽക്കുന്നുണ്ട്. മുകളിൽ സ്ലൈഡറിലൊരു ക്യാമറ വെച്ചിട്ടുണ്ട്. മൊത്തം ഈ വെള്ളം തുറന്നു വെച്ച് മൊത്തം ഏതാണ്ട് തളം കെട്ടി കിടക്കുവാണ് വെള്ളം മൊത്തം. ഫസ്റ്റ് ടേക്കിൽ വന്ന് ലാലേട്ടൻ കരയുന്നപ്പോൾ ഇത് ഭയങ്കര ട്രിക്കി സിറ്റുവേഷനാണ്. കാരണം ഫുൾ കരച്ചിലല്ല, കരച്ചിൽ പുറത്ത് കേൾക്കാനും പാടില്ല. കാരണം അമ്മ പുറത്തുണ്ട്, അമ്മ അറിയാൻ പാടില്ല. അപ്പം അതിൻ്റെതായ ഒരു ഒളിപ്പിക്കൽ സ്വഭാവം വേണം. അപ്പം അത് ആക്ടറിന്. അപ്പം ഞാനാണ് ശോഭന മാമിൻ്റെ ശബ്ദം മൊത്തം ബാക്കിൽ നിന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം മാമില്ല, മാമിന് പറഞ്ഞാൽ ഞാൻ മാം ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ സാറിനോട് മൈക്കിൽ കൂടി ഞാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് കരഞ്ഞ് സാർ വന്ന് ഭിത്തിയിലേക്ക് വന്നിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവനെ കണ്ടായിരുന്നോ, അവനെ വിളിച്ചായിരുന്നോ എന്ന് ഞാൻ ഇങ്ങനെ വിളിക്കുമ്പോൾ സാറിങ്ങനെ തിരിഞ്ഞ് അത് ഉറക്കെ കരയണ സാറിങ്ങനെ വാ പൊത്തി പിടിച്ചിട്ട്. ഇപ്പം എനിക്കറിയാം കൊളാപ്സ് എന്ന് പറഞ്ഞാൽ സാർ അവിടെ ഇരിക്കും എന്നുള്ളതാണ്. ഞാൻ അപ്പം ഈ സീൻ വളരെ സ്പെഷ്യൽ ആയതുകൊണ്ട് ഈ പ്രകാശേട്ടൻ കുറച്ച് മുമ്പ് പറഞ്ഞ പ്രകാശേട്ടൻ എൻ്റെ അടുക്കൽ വന്ന് ഇരിക്കുന്നുണ്ട്. കാരണം പുള്ളിക്ക് വിറ്റ്നസ് ചെയ്യണം ഇത് എന്താണ് ഈ നിനക്ക് തരാൻ പോകുന്നതെന്ന് പുള്ളിക്ക് അറിയണം. ബിനു എൻ്റെ പുറയിൽ നിൽക്കുന്നുണ്ട്. കാരണം ബിനു ആണ് ഇതെല്ലാം ഒരുക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ബിനു നിൽക്കുന്നുണ്ട്. ബാക്കി എൻ്റെ സൗണ്ടിൻ്റെ ടീമും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഞാനിങ്ങനെ മൈക്ക് വെച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ലാൽ സാറിൻ്റെ റൈറ്റ് ലെഗ് സ്ലിപ്പ് ആവുന്നുണ്ട്. ചെക്ക് എന്ന് പറഞ്ഞ് സ്ലിപ്പ് ആവുന്നുണ്ട്. അല്ല, സ്ലിപ്പ് ആവുന്നുണ്ട്. സ്ലിപ്പായിട്ടൊക്കെയെന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ വീഴണം. അപ്പം ഞാൻ കാരണം നമ്മൾ വെറ്റാണോ ഈ പറയുന്ന ഇത്രയും വെള്ളം കയറുകൊണ്ട് ഈ ലാൽ സാർ എന്ന് പറഞ്ഞ ആൾക്ക് സ്ലിപ്പായി പോയതാണോ എന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ പെട്ടെന്ന് നെർവസ്ഡായി. ടേക്കിൻ്റെ ഇടയിൽ തന്നെ നെർവസ്ഡായി. അപ്പം ഞാൻ നേരെ മൈക്ക് എടുത്ത് കട്ട് വിളിക്കാനായിട്ട് ഇങ്ങനെ എടുത്തിട്ട് എനിക്ക് പക്ഷെ വീണിട്ടും ലാൽ സാർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാനിത് കട്ട് വിളിക്കണമോ വേണ്ടയോ അതാണ് എൻ്റെ കൺഫ്യൂഷൻ. ഇത് അറിഞ്ഞുകൊണ്ട് വീണതാണോ അറിയാണ്ട് വീണതാണോ, പുള്ളി ഇൻജോയ്ഡ് ആയിട്ടുണ്ടോ? കാരണം 65 ഏജ് ഉള്ളൊരു ആക്ടറാണ്. ഇപ്പം ഇങ്ങനെ ചെയ്ത് ഹെൽത്തി ഏഴ്സിന് കാരണം നമ്മളെ എന്നേക്കാളും ഹെൽത്തിയാണ് സാർ. എന്നാൽ പോലും എന്തെങ്കിലും പറ്റിക്കാണോ എന്നുള്ള എൻ്റെ ഒരു കൺസേൺ. അപ്പം ഞാനൊന്ന് കട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് മൈക്ക് ഇങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ പ്രകാശ് വർമ്മ എൻ്റെ തുടയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അമക്കി, നോ മാൻ, ദിസ് ഈസ് ദ മാജിക് ഹീസ് ഗിവിങ് ഫോർ യു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു യെസ്. അപ്പം ബിനു എൻ്റെ പുറകിൽ, ബിനു എൻ്റെ തോളത്ത്, ബിനുവിൻ്റെ ഇത് സഹിക്കാൻ പറ്റാതെ ബിനു എടാ ഇത് അങ്ങേര് പൊളിക്കുവാണെന്ന് പറയുന്ന രീതിയിൽ ഒരു അമുക്കൽ എനിക്കും കിട്ടുന്നുണ്ട്.
ദെൻ ഞാൻ കട്ട് വിളിക്കണില്ല. ഞാൻ ആ മ്യൂസിക് ഇട്ട് ലാൽ സാർ പെർഫോം, അപ്പം ലാൽ സാർ ഞാൻ കട്ട് വിളിക്കാനൊന്നും നിർത്തില്ല. പെർഫോം ചെയ്ത് അപ്പം ലാൽ സാർ ഇങ്ങനെ ഏങ്ങി കൂടി അവിടെ നിന്ന് വലിഞ്ഞിരുന്ന് ആ പേഴ്സ് എടുത്ത് വീണ്ടും കരയുന്നുണ്ട്. അപ്പം ഞാനൊരു ഫുൾ ലെങ്ത് ഷോട്ട് 2 ക്യാമറ വെച്ച് ഞാൻ ഷൂട്ട് ചെയ്തേക്കുക. കട്ട് വിളിച്ച് ഉടൻ തന്നെ ഞാൻ ഓടിച്ചെന്നിട്ട് സാറിൻ്റെ ചോദിച്ചു, സാർ ഓക്കെ അല്ലേ, മോൻ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്. സാർ ഓക്കെ അല്ലേ? ആ എനിക്കെന്താ കുഴപ്പം, ഓക്കെയാണ് സാർ. ഇഞ്ചുറി മോനെ ഞാൻ ഓക്കെയാണ്, മോൻ ഓക്കെ ആണോ? ഞാൻ ഓക്കെയാണ് സാർ. അപ്പം സാർ അവിടെ നിന്ന് നേരെ എണീറ്റ് നിന്ന് അവിടെ നിന്ന് ഷാജി ചേട്ടൻ അവിടെ സൈഡിൽ നിൽക്കുന്ന ഷാജി ചേട്ടൻ്റെ ചെറിയ മോണിറ്ററിൽ പോയിട്ട് ലാൽ സാർ കണ്ടു. ഓക്കെ അല്ലേ? ഓക്കെയാണോ? സാറ് നടന്ന് പുറത്തേക്ക് പോകാൻ തന്നെ ഞാൻ ഷാജി ചേട്ടാ ഇത് ഇപ്പം എന്താ സംഭവിച്ചത്? ഇപ്പം പറഞ്ഞു നിനക്ക് അയാൾ തന്നതാടാ. ഓക്കെ. ഞാൻ പിന്നെ എനിക്ക് ഭയങ്കര കുറ്റബോധമാണ്, കാരണം ഞാൻ വീഴാൻ പറഞ്ഞിട്ടില്ല. കാരണം അത് ചിലപ്പോൾ ആ ആക്ടറിന് ആ സമയത്ത് അയാൾ വീണ് പോകുമായിരിക്കും എന്ന് പറയുന്ന ഇത് നമ്മൾ നേരത്തെ ചാട്ടം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു ത്രഷോൾഡ് സെറ്റ് ചെയ്യുന്നു. അതിന് മേളിൽ തരുമ്പോഴാണല്ലോ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവണം. അതാണ് ശരിക്കും പറഞ്ഞാൽ ആക്ടേഴ്സ് തരേണ്ടത്. അതെ, അവിടെ അറിയാതെ വീണ് പോയതോ അറിയാതെ വീണതാണെ കണ്ടിന്യൂറ്റിയില് ഒരു രീതിയിലും എനിക്ക് തോന്നുന്നു സാർ അത് പെർഫോമൻസിൽ അത് പ്ലാൻ ചെയ്തിരുന്നു. കാരണം അത് നമുക്ക് മേക്കിംഗ് ഒന്നും ഇല്ല നമ്മുടെ ഉള്ളത്, കാരണം അത് അത്രയും ക്രൂഷ്യൽ സീൻ ആയതുകൊണ്ട് ഒരാളും ആ പ്രിപ്പറേഷൻ എടുത്തിട്ടില്ല. പക്ഷേ ഷാജി ചേട്ടൻ ഇടയ്ക്ക് പറയുന്നുണ്ട്, ആ സീൻ എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് സാർ ഇങ്ങനെ തോള് കൊണ്ട് ഓരോ അളവുകളും എടുക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇങ്ങനെ ആ ഭിത്തിയിൽ പോയി തോളിങ്ങനെ വെച്ച് നോക്കുന്നുണ്ട്, ഇരിക്കണതിൻ്റെ പൊസിഷനൊക്കെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. സോ അത് വളരെ പ്ലാൻഡ് ആയിട്ട് സാർ വീണതാണ്. ഇനി തരുണിനെ കാണാണ്ട് വേറൊരാൾ എത്തിയിട്ടുണ്ട്. തരുൺ എന്ന് പറയുന്ന ആള് ഒരു വിളിക്കപ്പുറം എന്താ പറയാ, നല്ലൊരു സുഹൃത്താണ്, നല്ലൊരു ഫ്രണ്ടാണ്. എല്ലാ ആവശ്യങ്ങളിലും നമ്മുടെ കൂടെ നിൽക്കും. ആണോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യില്ല കേട്ടോ, ഞാൻ നിങ്ങളെ മിസ്ഗൈഡ് ചെയ്യും. നമുക്ക് നോക്കാം ആരാ വന്നിരിക്കുന്നതെന്ന്. ശങ്കർ, സൗമ്യ ചേച്ചിയുടെ അനിയത്തിയല്ല ചേച്ചി. സൗമ്യയുടെ പരിചയമുണ്ടല്ലേ? സൗമ്യ എന്റെ ഒരു സ്റ്റൈലിസ്റ്റ് ഉണ്ട്, SK സൂരജ് എന്ന് പറഞ്ഞ. സൂരജും ഭയങ്കര ക്ലോസ്. അപ്പൊ ഞങ്ങളൊരു ഫംഗ്ഷൻ വെച്ച് എന്റെ അടുത്ത് പറഞ്ഞു എന്റെ സ്വന്തം ചേച്ചിയാണ്, ഭയങ്കര അഭിമാനത്തോടെ. ഓക്കെ ശങ്കർ, ഒരു കാഴ്ചക്കാർ ഞാൻ പറ്റിച്ചില്ലേ? ഞാൻ ബിനു പപ്പു എന്നാണ്. അതെ, എന്താണെന്നറിയോ, ഓരോ രീതിയിലും ഓരോ ഗസ്റ്റിനെ ആള് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് റീറൂട്ട് ചെയ്ത് വിട്ടു അങ്ങനെ അങ്ങ് എല്ലാം ജഡ്ജ് ചെയ്ത് കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഒരു കാഴ്ചക്കാരൻ, നമ്മൾ എല്ലാവരും സിനിമ കാണുന്ന ആൾക്കാരെന്നുള്ള രീതിയിൽ ഈ തുടരും കണ്ടപ്പോ എന്താണ് ശങ്കറിനെ ഫീൽ ചെയ്യിപ്പിച്ചത്? എനിക്ക് അഭിമാനമാണ് തോന്നിയത്. ഞാൻ ചേട്ടനൊരു വോയിസ് അയക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾ തമ്മിൽ 2017 തൊട്ടുള്ള പരിചയമുണ്ട്. ഒരു പരസ്യം ചേട്ടൻ അന്ന് എനിക്ക് തോന്നുന്നു ടൈൽസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ഒരു സ്ഥാപനമാണ്. അപ്പൊ അദ്ദേഹം പരസ്യം സിനിമ തുടങ്ങിയിട്ടില്ല ചേട്ടൻ. അപ്പൊ അന്ന് ഒരു കമ്പനി തുടങ്ങി, അങ്ങനെ ഒരു സംഭവമാണ്. അപ്പൊ ചേട്ടന്റെ ഒരു സുഹൃത്ത് വഴി എന്റെ നമ്പർ എനിക്ക് 1-2 സിനിമ കഴിഞ്ഞു, രക്ഷാധികാരിയും ഓട്ടോറിക്ഷ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത്. അപ്പൊ ഞാൻ നാട്ടിലേക്ക് വരുന്ന ഒരു സമയമാണ്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു തരുൺ മൂർത്തി എന്ന് പറയുന്ന ഒരു സംവിധായകൻ വിളിക്കും, ഒരു പരസ്യം ഉണ്ടെന്ന് പറഞ്ഞു. പരസ്യത്തിന്റെയാണ്. അപ്പൊ ചേട്ടൻ സംസാരിച്ചു. അപ്പൊ ഞാനിങ്ങനെ ആദ്യം ഫേസ്ബുക്കിൽ തരുൺ മൂർത്തി പേര് കേൾക്കുമ്പോ തന്നെ കൊള്ളാം, ഇതൊരു ഭാവിയിൽ ഒരു ലെജൻഡ് അല്ല, ഒരു ലെജൻഡറി നെയിമാണ്. കേൾക്കുമ്പോ തന്നെ അങ്കിൾ അറിഞ്ഞിട്ടതായിരിക്കും. അങ്കിളാണ് ഇപ്പൊ എനിക്ക് ചേട്ടനെക്കാളും കൂടുതൽ പരിചയം ചേട്ടന്റെ അച്ഛൻ മധുവങ്കിളിനോടാണ്. അച്ഛൻ അങ്കിൾ മധുവങ്കിൾ ചേട്ടന്റെ അച്ഛൻ. അപ്പൊ അന്ന് ഇത് കേട്ട് ഞാൻ എടുത്ത് നോക്കുമ്പോ ഞാൻ കാണുന്ന ഒരു ആക്ടറായിരുന്നു. ലിറ്ററലി ഭയങ്കര ഒരു ചേട്ടനൊരു ആക്ടറാണ്. എനിക്കൊന്നു കഥകളി ആർട്ടിസ്റ്റ് ആണ്. അദ്ദേഹം ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അഭിനയിക്കാൻ വളരെയധികം താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മ്യൂച്വൽസ്, നമുക്ക് ഒരുപാടധികം സിനിമ കണക്ഷൻസ് ഉണ്ട് അതിനകത്ത് മ്യൂച്വൽസ് നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ. അപ്പൊ അങ്ങനെ കാണുന്നു. പിന്നെ അത് നടന്നില്ല. പക്ഷെ അന്നോട്ട് എനിക്ക് അറിയാം. അപ്പൊ എനിക്ക് ആദ്യത്തെ സിനിമ ലോക്ക്ഡൌൺ, ഞാനപ്പോൾ ഒരു വക്കീലും കൂടിയാണ്. അപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടനോടുള്ള ഒരു ബന്ധം. അപ്പൊ എൻറോൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്ന സമയത്താണ് ഈ ഫസ്റ്റ് ഫിലിം ഇറങ്ങുന്നത്. അപ്പൊ എനിക്കതൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഷയമായിരുന്നു സൈബർ ലോ. ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് എടുത്തത് സൈബർ ലോയിൽ. അപ്പോൾ ഞാനത് ഹൈക്കോർട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് അറിയുന്ന ചേട്ടനാ, എന്നെ പണ്ട് വിളിച്ചിട്ടുള്ള ചേട്ടനാണ്, അറിയാം, വി ആർ ഇൻ ടച്ച്, വി ടോക്ക്. ഞാൻ എൻ്റെ വർക്ക് ചേട്ടൻ ഷെയർ ചെയ്യും. ചേട്ടൻ അതിനെ പറ്റി നമ്മൾ എൻ്റെ പരസ്യങ്ങളോ എൻ്റെ സിനിമകളോ ചേട്ടൻ നമ്മൾ തമ്മിൽ കോൺവെർസേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈച്ച് ലെവൽ ഈച്ച് പ്രോസസ്സിലും നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എനിക്കൊരു പ്രൗഡ് മൂവ്മെന്റ് ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഞാനൊരു പ്യൂപ്പ ഇദ്ദേഹത്തിൻ്റെ ഒരു ക്യൂറേറ്റഡ് പ്രോഗ്രാം ഉണ്ട്.
അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ആസ് എൻ ആക്ടർ എനിക്ക് എപ്പോഴും ഓരോ ദിവസവും ഒരു ആക്ടേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. അറിയാം, എനിക്കറിയാം. അദ്ദേഹം ക്യൂറേറ്റ് ചെയ്യുന്ന ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി അല്ലേ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രോസസ്. അപ്പം ഞാനത് വിശ്വസിക്കുന്നു. എനിക്കെപ്പോഴും ഒരു സിനിമ നമുക്കൊരു പരിപാടിയുണ്ട്, നമ്മുടെ ഒരു പ്രോസസ് ഉണ്ട്. അത് ചിലപ്പോൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആകുമ്പോൾ ബ്രേക്ക് ചെയ്യും. ലൈക്ക് ഇറ്റ്സ് മോർ ലൈക്ക് എ തെറപ്പി വേണമെങ്കിൽ പറയാം. അതിൻ്റെ വേറൊരു വശമാണ് ഇദ്ദേഹം അവിടെ ചെയ്തത്. ഹീസ് ക്യൂറേറ്റിംഗ് അച്ഛൻ അങ്കിളുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ബിഗ് ടീം. അത് വലിയൊരു ബാക്ക് ബോൺ ആണ് അദ്ദേഹത്തിൻ്റെ. നമ്മളിനി വെയിറ്റ് ചെയ്യണ തരുൺമൂർത്തി അല്ല, ഇത് കഴിഞ്ഞിട്ട് കുറെ പേര് പുള്ളിയുടെ അണ്ടറിലുണ്ട്. പക്ഷെ ഇത്രയ്ക്ക് അധികം തരുണിനെ അറിയാവുന്ന ഒരാളെന്നുള്ളത് ശങ്കർ പ്രതീക്ഷ തുടരും കണ്ടപ്പം ഇത്ര വലിയ സംഭവമായിട്ട് തരുൺ ചെയ്യുന്ന ഉറപ്പായിരുന്നു. എനിക്കറിയായിരുന്നു. കാരണം മോഹൻലാൽ, ലാൽ സാർ എന്ന് പറഞ്ഞൊരു ആളെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനപ്പുറം അല്ല, ഇത് ഹീസ് പ്യുവർലി ഒരു ഫിലിം മേക്കറാണ്. എനിക്കത് കൊതിയാണ് ഇങ്ങനത്തെ ഫിലിം മേക്കേഴ്സ്. കാരണം ഒരു ആക്ടറിനെ യൂസ് ചെയ്യുക എന്നൊക്കെ. ഇപ്പോൾ ജിത്തു സാറിൻ്റെ എനിക്ക് എൻ്റെ കരിയർ സിനിമാഗ്രാഫിയിൽ 14 പടം ചെയ്തെങ്കിലും എനിക്കതിൽ ഏറ്റവും ഓർമ്മപ്പെടുത്തുന്ന സിനിമകളെല്ലാം ഈ റൈറ്റർ ഡയറക്ടേഴ്സ് ഹൂ മേക്ക് യൂസ് ഓഫ് ദ ആക്ടർ. ലൈക്ക് ആക്ടറിൻ്റെ സംഭവം അങ്ങോട്ട് എടുക്കുക, അവനെ ഒരു കറക്റ്റ് ക്യാരക്ടർ. ഇപ്പം എന്നെ ഇപ്പോഴും മൈക്കിളെന്നും രക്ഷാധികാരില്ല ഹരിക്കുമ്പളം എന്നൊക്കെ വിളിക്കണമെങ്കിൽ ഞാനത് സംവിധായകൻ എഴുത്തുകാരൻ്റെ തലയിൽ അത് ക്രെഡിറ്റ് കൊടുക്കുള്ളൂ. ബിക്കോസ് ഐ നോ അതേപോലത്തെ അതിൻ്റെ ഒരു വേറെ ലെവൽ ഫിലിം മേക്കറാണ് തരുൺ ചേട്ടൻ. ഐ നോ ഫ്രം ദ ഫസ്റ്റ് ഫിലിം. ശങ്കറിൻ്റെ കേസ് പറയുകയാണല്ലേ, ശങ്കറിനെ ഞാൻ ഈ പറയുന്ന പോലെ ആദ്യകാലങ്ങളിൽ നമ്മൾ വളരെ സ്ട്രഗിളിങ് സ്റ്റേജാണ്. ഇപ്പം അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സ്ട്രഗിൾസിലാണ്. നമ്മൾ ഒരു ആക്ടറിനെ വിളിച്ചാൽ പോലും നമുക്ക് കൊടുക്കാൻ പ്രോപ്പർ റെമ്യൂണറേഷൻ പോലും നമുക്ക് ക്ലയൻറ്റുകൾ തരാറില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലൊക്കെയാണ് ഇപ്പം വിളിക്കുന്നത്. അപ്പം നമുക്ക് തന്നെ അവൻ 2-3 സിനിമകളൊക്കെ അഭിനയിച്ച ഒരാളുടെ കയ്യിൽ റെമ്യൂണറേഷൻ പറയാൻ പോലും, കാരണം അന്നൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളിലും അസിസ്റ്റന്റ് ഡയറക്ടറും അസോസിയേറ്റ് ഡയറക്ടറും എല്ലാം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ ഞാൻ. അപ്പം മൾട്ടിപ്പിൾ അങ്ങനെ ചെയ്ത് വന്നതുകൊണ്ടാട്ടോ എനിക്ക് കുറച്ചും കൂടി ഇപ്പം ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. അങ്ങനെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും കയറി വർക്ക് ചെയ്തുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് അന്ന് ഒരു പ്രോപ്പർ റെമ്യൂണറേഷൻ ഒന്നും ഇതിന് ഓഫർ ചെയ്യാൻ പറ്റാഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഈ പറയുന്ന പോലെ അവൻ്റെ ഗ്രോത്ത്, എന്താ പറയുക, ഓരോ ലൈഫിൽ പെർട്ടിക്കുലറായിട്ട് ഓരോ മൂവ്മെൻറ്റ് നടക്കുമ്പോഴും നമ്മളോട് ഷെയർ ചെയ്യും, മെസ്സേജ് അയച്ച് പറയും, ചേട്ടാ ഞാനിങ്ങനെ പോവുകയാണ്, ചേട്ടാ ഇങ്ങനെ ചെയ്യുവാണ്. അപ്പം ഇപ്പം നേരിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്, അപ്പം നേര് നടക്കുന്ന സമയത്താണ് നമ്മൾ ഈ സബ്ജക്റ്റ് നറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാൽ സാറിൻ്റെ ടൈം നോക്കി നിൽക്കുന്നത്. അപ്പം ഒന്നല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് നേരിൻ്റെ സമയത്ത് പോയി പറയാം, അല്ലെങ്കിൽ നേര് കഴിഞ്ഞിട്ടുള്ള ഒരു ഏതെങ്കിലും പെർട്ടിക്കുലർ മൂവ്മെൻറ്റിൽ നമുക്ക് ഈ കഥ നറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ എന്തെങ്കിലും തീരുമാനിച്ചിരുന്നത്. അപ്പം ഈ ലാൽ സാറിന്റെ മൂവ്മെന്റുകൾ അറിയണമല്ലോ. ലാൽ സാർ ഇപ്പൊ എന്ത് ചെയ്യുന്നു, ലാൽ സാർ ഇപ്പം കൊച്ചിയിലോട്ട് വരാറായോ, ലാൽ ആ സിനിമയില് ഏറ്റവും കൂടുതൽ ദിവസം പ്രവർത്തിച്ച് നമ്മൾ പ്രതിയാണല്ലോ. അപ്പൊ അവിടെ ഇങ്ങനെ നിൽക്കണല്ലോ. ഇപ്പൊ ലാലേട്ടൻ അവിടെ അരങ്ങുന്നതും പോകുന്നതൊക്കെ ഫാൻ ബോയാണ്. ഞാൻ ശങ്കറിന് മെസ്സേജ് അയക്കും, ലാൽ സാർ ഇപ്പൊ ഞാൻ പറഞ്ഞു ലാൽ സാർ ഇപ്പൊ ഇന്ന് MS ധോണിയുടെ പരസ്യത്തിന് വേണ്ടി കൊച്ചി വരും, ലാൽ സാർ ഈ സമയത്ത് ഫ്രീ ആയിരിക്കും എന്നൊക്കെ പറയുന്ന കമന്ററി എനിക്ക് അവിടെ തന്നോണ്ടിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ രഞ്ജിത്തേട്ടൻ വളരെ കൃത്യമായിട്ട് ആനിച്ചേട്ടൻ വഴി ലാൽ സാറിന്റെ പ്ലാനുകൾ അറിയാൻ എൻ്റെ ഒരു കൺസേണും എൻ്റെ ഒരു ടെൻഷനും. കാരണം ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പ്രോജക്റ്റാണിത് ലൈഫിൽ, അത്രയേറെ അങ്ങനെ എടുത്ത് പ്രോജക്റ്റ് ആയതുകൊണ്ട് ഇത് നടക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് ഈ സംഭവം എത്തിക്കുക എന്നുള്ളത് എൻ്റെയും കൂടി ആവശ്യമാണ്. അപ്പം ഞാൻ എൻ്റെ ടെൻഷൻസ് അറിയിക്കാത്ത രീതിയിൽ വെറുതെ രഞ്ജിത്തേട്ടൻ എപ്പോഴും വിളിച്ചിട്ട് ചേട്ടാ എന്തായി, ലാലേട്ടൻ കേൾക്കാറായോ എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കുന്നത് മോശമല്ലേ. അപ്പം എൻ്റെ ഒരു ആശ്വാസമായിരുന്നു ഇവനെ ഞാൻ മെസ്സേജ് ചോദിക്കാം, ഇന്ന് ലാലേട്ടൻ ഇവിടെ ഉണ്ട്, ലാലേട്ടൻ എപ്പോഴാണ് കൊച്ചിക്ക് എത്തുന്നത്, ഇനി നിങ്ങൾക്ക് ബ്രേക്ക് ഉണ്ടോ. അപ്പം അങ്ങനെയൊക്കെ ബ്രേക്ക് ഉണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ ചേട്ടാ ഞാൻ എന്താണ് ചേട്ടാ ലാലേട്ടൻ അടുത്ത ദിവസം കൊച്ചിയിലുണ്ടെന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി. ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ലാൽ സാറിന്റെ ടീം മൊത്തം നമുക്ക് അറിയാം. എന്ത് ഇൻസൈറ്റ്സ് കിട്ടിയാലും ലാൽ സാറിനെ പറ്റി മേ ബി അതിന്റെ ഒരു ഭാഗമാകുന്നത് ഇങ്ങനെയെങ്കിലും ഒരു ഭാഗമാകും. അല്ല, അത് നേരെ റിലീസ് ചെയ്യുന്നതിന് ഒരു 5 ദിവസം മുന്നെയാണ്, റിലീസ് ചെയ്യുന്നതിന് 5 ദിവസം മുന്നെയാണ് ഞാൻ കഥ നറേറ്റ് ചെയ്യുന്നത്. അപ്പം കണക്ഷൻ ഉണ്ട്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം ഇത്രയും സിനിമ തന്നെ എല്ലാം അഭിനയിച്ച ഒരാളെന്തെങ്കിലും കൊതി തോന്നില്ലേ, ഇതിൽ എന്തെങ്കിലും ഒരു സ്പേസ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തൊരു മൂവിയിലൊക്കെ. ഇന്നലെയും എന്നെ 2-3 പേര് വിളിച്ചു പറഞ്ഞു, ലാലേട്ടൻ്റെ മകന്റെ ക്യാരക്ടർ നീ ചെയ്യുന്ന എനിക്ക് നന്നായിരുന്നു. പക്ഷെ എനിക്കറിയാം അതൊരു കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഒരു സിനിമയെ സംബന്ധിച്ചോളം. ആ കാസ്റ്റിംഗ് എങ്ങനെയാ, ഇപ്പൊ ശോഭന മാബിനെ പോലെ ഇരിക്കുന്ന ഒരു ക്യാരക്ടറാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് തോമസ് മാത്യു. എന്റെ കാസ്റ്റിംഗ് വൈസ് എന്ന് വെച്ചാൽ ഞാൻ 2 ഡിസ്ക്രിപ്ഷനാണ് ടീമിനോട് പറഞ്ഞത്. ശോഭന മാമിനെ പോലെ ഇരിക്കുന്ന മകൻ, ലാലേട്ടനെ പോലെ ഇരിക്കുന്ന മകൾ, അതായിരുന്നു ഞങ്ങളുടെ ചിന്ത. അപ്പം ബിനു ആണ് ഈ അമൃത വർഷിണി എന്ന് പറഞ്ഞ പെൺകുട്ടിനെ എനിക്ക് കാണിച്ചിരുന്നു. അപ്പം കാണുമ്പോൾ തന്നെ ലാലേട്ടൻ്റെ ഒരു ഫീച്ചർ ഉണ്ടാവും, പെൺകുട്ടിയുടെ വലിപ്പവും മുഖത്തിന്റെ ഫേസും ഒക്കെ നോക്കുവാണെങ്കിൽ ലാലേട്ടൻ്റെ ഫീച്ചറിലാണുള്ളത്. ഈ തോമസിനെ നമ്മൾ കാസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞതും ഈ പറയുന്ന പോലെ
ശോഭനാമാവിനെ ഒപ്പം നിർത്തി കഴിഞ്ഞാൽ ശോഭനാമാവിന്റെ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ. ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് കാസ്റ്റ് ചെയ്തത്. അപ്പൊ അത് ഇവൻ ഈ പ്യൂപ്പയൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവന് വളരെ കൃത്യമായിട്ട് അറിയാം. ഞാൻ അല്ല എനിക്ക് ഇവരെ രണ്ടുപേരും അറിയാം. ബിനിചേട്ടനും വളരെ അടുപ്പുള്ള ഒരാളാണ് ചേട്ടനും. അപ്പൊ എനിക്കറിയാം. ഒബ്വിയസ്ലി ഉണ്ടെങ്കിൽ ഇവർക്ക് വിളിക്കും. ഇതൊക്കെ ചെയ്തിട്ട് ഇവരെ വിളിക്കാൻ